ടീച്ചർ ബ്ലാങ്ക്. ഗുഡ് ഈവനിങ്. നമ്മളിന്ന് പറയാൻ പോകുന്നത് ആസിഡ് ബേസ് സോൾട്ട്സ് എന്ന് പറഞ്ഞാൽ ഒരു 3 കാര്യങ്ങളാണ്. അതായത് പ്യുവർ കെമിസ്ട്രിയെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. നമ്മൾ കുഞ്ഞു ക്ലാസ് തൊട്ടേ കേട്ടിട്ടുള്ള കാര്യമാണ് ആസിഡ് ബേസ് സോൾട്ട് എന്ന് പറയുന്ന 3 ടേംസ്. ഇത് എന്താണെന്നുള്ള ഒരു ചെറുതായിട്ട് ഡീപ്പായിട്ടൊന്നും പോകുന്നില്ല, വളരെ കുറച്ച് കാര്യങ്ങൾ, ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ പറഞ്ഞു പോവാം. നമ്മൾ നേരെ ഡയറക്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കുന്നതിന് മുന്നേ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം, അത് ശ്രദ്ധിച്ച് കേൾക്കാം. അത് കേട്ടിട്ട് ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ നമുക്ക് ഷടപടയെന്ന് ആൻസർ പറയാൻ പറ്റും. ഓക്കെ, അപ്പം ആർക്കെങ്കിലും അറിയാമോ? കമന്റ് ചെയ്യാൻ പറ്റൂലല്ലോ എല്ലാവർക്കും? കമന്റ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ആസിഡ് എന്താണെന്ന് അറിയാമോ ആർക്കെങ്കിലും? ആസിഡ് എന്താണ് ആസിഡ്? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്ത് ചോദിക്കാം. അത് കമന്റിൽ പറയാൻ പറ്റുന്നില്ല, അത്ര വലിയ ഡൗട്ട്സ് ആണെങ്കിൽ ഓപ്പൺ ആയിട്ട് മൈക്ക് ഓപ്പൺ ആക്കിയിട്ട് ചോദിക്കാം. എന്താണ് ആസിഡ്സ് എന്താണെന്ന് അറിയാമോ? അറിയില്ല. ഞാൻ തന്നെ പറയാം. ആസിഡ് എന്ന് വെച്ചാൽ ഒരു സബ്സ്റ്റൻസ്, ഒരു ആസിഡിന്റെ അതിൽ നിന്ന് H+ അയോൺസ് റിലീസ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ ആസിഡ് എന്ന് വിളിക്കാൻ പറ്റും. ഒരു ലിക്വിഡ് ഫോർമാറ്റിൽ ഇരിക്കുന്നുണ്ട്, മിക്കപ്പോഴും ലിക്വിഡ് ഫോർമാറ്റിൽ ഇരിക്കുന്ന ഒരു സബ്സ്റ്റൻസ് അതിന് H+ അയോൺസ് റിലീസ് ചെയ്യുകയാണെങ്കിൽ, ഡൊണേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമുക്ക് ആസിഡ് എന്ന് വിളിക്കാൻ പറ്റും. അതേ പോയ H+നെ ഒരുത്തം വാങ്ങുവാണെങ്കിൽ അവരെ നമുക്ക് ബേസിസ് എന്നും സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റും. പല രീതിയിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇങ്ങനെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഇനി ആസിഡിനെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. മിനറൽ ആസിഡ്സ് എന്നും, അല്ലെങ്കിൽ വേണ്ട, ഓർഗാനിക് ആസിഡ് എന്നും ഇൻഓർഗാനിക് ആസിഡ് എന്നും രണ്ടായിട്ട് തരംതിരിക്കാം. ഓർഗാനിക് എന്നുള്ള പേര് കേൾക്കുമ്പോഴേ അറിയാം, സംതിങ് റിലേറ്റഡ് ടു നാച്ചുറൽ, അതായത് എന്തെങ്കിലും നാച്ചുറൽ ആയിട്ടുള്ള, നമുക്ക് നാച്ചുറലി അവൈലബിൾ ആയിട്ടുള്ള എന്തെങ്കിലും വസ്തുവിന് കിട്ടുന്ന ഒരു ടേം, വസ്തുവിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, ഓർഗാനിക് എന്ന് പറയുന്നത്. ഓർഗാനിക് ആസിഡ് ഉണ്ട്, ഇൻഓർഗാനിക് ആസിഡ് ഉണ്ട്. അപ്പൊ ഓർഗാനിക് ആസിഡ് എന്താന്ന് വെച്ചാൽ നാച്ചുറലി ഉള്ള ഏതെങ്കിലും ഒരു സബ്സ്റ്റൻസിൽ നിന്ന് കിട്ടുന്ന ആസിഡിനെയാണ് നമ്മൾ ഓർഗാനിക് ആസിഡ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ, പാല് പുളിച്ച് കാടാവുന്നു, അപ്പൊ അവിടെ ഉണ്ടാവുന്ന ആസിഡ് ഏതാ? നിങ്ങൾക്കറിയാം, പാലെന്നുള്ള ഒരു ടേമുമായിട്ട് മിൽക്ക് എന്നുള്ളൊരു ടേം വന്നാൽ അവിടെ മിക്കപ്പോഴും ഒരു ടേം, അതിന്റെ കൂടെ വേറൊരു ടേമും കൂടെ വരും. ഏതാ അറിയാമോ? ഓക്കെ, മിടുക്ക. ലാക്റ്റിക് ആസിഡ്. ലാക്റ്റിക് ആസിഡ് എന്ന് പറയുന്നത് ഒരു ഓർഗാനിക് ആസിഡ് ആണ്. പാലെന്ന് പറയുന്നത് നാച്ചുറൽ ആയിട്ടുള്ള ഒരു വസ്തു ഉണ്ടാവുന്നത്. വേറെ ഒന്ന് പറയുകയാണെങ്കിൽ നമ്മൾ സിട്രിക് ആസിഡ്, ലെമണിൽ നിന്നുണ്ടാവുന്ന സിട്രിക് ആസിഡ്, ഇതെല്ലാം നാച്ചുറലി ഉള്ള വസ്തു എന്നുള്ളതാണ്. ഇനി ഇതൊക്കെ അവിടെ ഇരിക്കട്ടെ, നമുക്കിനി വേറെ കുറച്ച് കൊമ്പന്മാരുണ്ട്. ആരൊക്കെയാ? HCl, ഹൈഡ്രോക്ലോറിക് ആസിഡ്, പിന്നെന്താ സൾഫ്യൂരിക് ആസിഡ്, നൈട്രിക് ആസിഡ്, ഇവരെല്ലാം നമ്മൾ ഇനോർഗാനിക് ആസിഡ്സ് എന്ന് വിളിക്കുന്നത്. അവർ ഭയങ്കര സ്ട്രോങ് ആസിഡ്സ് ആണ്. ഇനോർഗാനിക് ആസിഡ് എന്ന് വിളിക്കാൻ കാരണം അവരൊരു പർട്ടിക്കുലർ മിനറലിൽ നിന്നുണ്ടാവുന്നതാണ്. മിനറൽ എന്ന് വെച്ചപ്പോൾ സൾഫൈറ്റിന്റെ മിനറലിൽ നിന്നുണ്ടാവുന്ന ആസിഡാണ് സൾഫ്യൂരിക് ആസിഡ്. അതുപോലെ തന്നെ നൈട്രൈറ്റിന്റെ മിനറലിൽ നിന്നുണ്ടാകുന്ന ആസിഡാണ് എന്ത്? നൈട്രിക് ആസിഡ്. അതാണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം. എന്താണ് ഓർഗാനിക്, എന്താണ് ഇനോർഗാനിക്? ഈ ഇനോർഗാനിക്കിന്റെ മറ്റൊരു പേരാണ് കേട്ടോ മിനറൽ ആസിഡ് എന്നുള്ളത്. ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ആദ്യം ആസിഡ് എന്താണെന്ന് സിംപ്ലി പറഞ്ഞു, H+ അയോൺസ് ഡൊണേറ്റ് ചെയ്യും. രണ്ടാമത് ആസിഡ്സിന് രണ്ട് രീതിയിൽ തരംതിരിക്കുമെന്ന് പറഞ്ഞു. ഇനി ഒരു കാര്യം എന്ന് വെച്ചാൽ, അടുത്ത കാര്യം നമ്മൾ കുഞ്ഞിലോട്ട് കേൾക്കുന്ന കാര്യമാണ്, എന്താ? pH. pH എന്താണെന്ന് അറിയാവോ? സ്പീഡ് കൂടുതലാണെങ്കിൽ പറയണേ. pH എന്താണെന്ന് അറിയാവോ? അറിയില്ല. pH ഫുൾ ഫോം എന്താണ് അറിയില്ല. pH എന്ന് വെച്ചാൽ പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ എന്നാണ് നമ്മൾ pH ഫുൾ ഫോം പറയുന്നത്. pH നമുക്ക് 0 തൊട്ട് 40, 0 തൊട്ട് 14 വരെയാണ് pH കണക്ക് പറയുന്നത്, റേഞ്ച് പറയുന്നത്. അതിൽ 7 താഴെയാണെങ്കിൽ, 7 താഴെ ഉദ്ദേശിക്കുന്നത് 0 തൊട്ട് 6.9 അവിടം വരെ. 7 താഴെയാണെങ്കിൽ അത് ആസിഡ്സ് എന്നും, 7 കൂടുതലാണെങ്കിൽ 7.1 തൊട്ട് 14 വരെ കൗണ്ട് ചെയ്യുകയാണെങ്കിൽ അതിനെ ബേസസ് എന്നും പറയും. 0 തൊട്ട് 6.9 വരെ ഉള്ളവരെ ആസിഡ്സ് എന്നും പറയും. 7.1 തൊട്ട് അത് 7 കൂടുതലുള്ളവരെ നമ്മൾ എന്തെന്നും പറയും? ബേസസ് എന്നും പറയും. ക്ലിയർ ആണോ? ഇത് നമുക്ക് കുഞ്ഞു ക്ലാസ് തൊട്ട് അറിയാവുന്ന കാര്യമാണ്. 7 എന്തായിരിക്കും? 7 നിൽക്കുന്ന ആളെ എപ്പോഴും നമ്മൾ എന്ത് പറയും? ആസിഡും അല്ല ബേസും അല്ലെങ്കിൽ അവരെന്ത്? ന്യൂട്രൽ എന്ന് പറയും. നമുക്കറിയാവുന്ന ഒരു ന്യൂട്രൽ ആയിട്ടുള്ള ആളാരാണ്? വാട്ടർ ന്യൂട്രൽ ആണ്. ഓക്കെ, അപ്പൊ അക്കാര്യങ്ങൾ നമുക്ക് കുഞ്ഞിലോട്ട് അറിയാവുന്നേ. കൂടുതൽ കുറവേതായിരിക്കും? ഞാൻ വേറൊരു കാര്യം, ഒരു ഡൗട്ട് വയ്ക്കാം. ഒരു ആസിഡ്, ആ ആസിഡിന്റെ pH വാല്യൂ എന്ന് പറയുന്നത് 1.6. എ എന്ന് പറഞ്ഞൊരു ആസിഡ്, സപ്പോസ് എ എന്ന് പറഞ്ഞൊരു ആസിഡ്, അതിന്റെ വാല്യൂ 1.6 ആണ്. വേറൊരു ആസിഡ് ബി എന്ന് പറയുന്നത്, അതിന്റെ വാല്യൂ 6 ആണ്.
ഇതിൽ ഏറ്റവും കൂടുതൽ സ്ട്രോങ് ഏതായിരിക്കും? 1.6 ഉള്ളവനാണോ വെറും 6 ഉള്ളവനാണോ? എ ആയിരിക്കും. pH വാല്യൂ ഇവിടെ 1 അതായത് ആസിഡ്സിന്റെ കേസസിൽ എടുക്കുമ്പം 7 അടുത്ത് വരും തോറും നമ്മളൊരു ലൈൻ വരയ്ക്കുക, അതിന്റെ നടുക്ക് 7, ഒരറ്റത്ത് 0യും ഒരറ്റത്ത് 14. 0യിൽ നിന്ന് 7ലേക്ക് അടുത്തടുത്ത് ഇങ്ങനെ വരിക. അടുത്തടുത്ത് വരും തോറും ആസിഡിന്റെ വീക്ക്നെസ് കുറഞ്ഞു വരും, വീക്ക് ആയിക്കൊണ്ട് ഇങ്ങനെ വരും. ഇനി 7ൽ നിന്ന് അങ്ങോട്ട് 14ലേക്ക് നമ്മൾ വെക്കോണ്ടിരിക്കുക. അങ്ങോട്ട് പോകും തോറും ബേസിന്റെ സ്ട്രെങ്ത് കൂടി വരും. ഇതൊക്കെ ചുമ്മാ നമ്മൾ ജസ്റ്റ് ആലോചിക്കാൻ കിട്ടുന്ന സംഭവങ്ങളൊക്കെ ഈ പറഞ്ഞത്. ഇത്രേ ഉള്ളൂ ആസിഡും ബേസും. ഇനി ഈ ആസിഡും ബേസും കൂടെ ഒരുമിച്ച് ചേർന്നിട്ട് എന്തായി പോവും? എന്താവും തോന്നുന്നു? ഒരേ ഗാഢതയിലുള്ള ആസിഡും ബേസും എടുത്ത് നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ വേറൊരു സാധനം കിട്ടും. എന്താണെന്നറിയാവോ? ടൈറ്റിൽ എന്തുവാ? ടോപ്പിക്കിന്റെ ടൈറ്റിൽ എന്തുവാ? ആസിഡും ബേസും പറഞ്ഞാൽ പിന്നെ എന്തുവാ കിടക്കുന്നത്? സോൾട്ട്. ആസിഡും ബേസും കൂടെ ചേർന്ന് ന്യൂട്രലൈസ് ചെയ്തിട്ട് സോൾട്ട് ആയി മാറും. മനസ്സിലായോ? ന്യൂട്രലൈസ് ചെയ്യും. അത് സെയിം എമൗണ്ട് എന്നല്ല ഉദ്ദേശിക്കുന്നത്, സെയിം ഗാഢതയിൽ സെയിം രീതിയിൽ ന്യൂട്രലൈസ് ചെയ്ത് പോകാൻ പറ്റുന്ന രീതിയിലായിരിക്കണം രണ്ട് സംഭവം എടുത്തേക്കുന്നത്. അങ്ങനെ എടുക്കുമ്പം അവർ തമ്മിൽ ന്യൂട്രലൈസ് ചെയ്തിട്ട് സോൾട്ട് ആയിട്ട് മാറും. നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് ആണ് സോൾട്ട്. അവിടെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്ന അവിടുത്തെ പരിപാടി എന്താന്ന് വെച്ചാൽ ന്യൂട്രലൈസേഷൻ. ക്ലിയർ ആണോ? ഇത്രയും പറഞ്ഞ കാര്യം ക്ലിയർ ആണെങ്കിൽ ഒരു 10-30 ക്വസ്റ്റ്യൻ ഉണ്ട്, നമുക്ക് ഷടപടയെന്ന് കാര്യങ്ങൾ പറഞ്ഞു തീർക്കാം. പറയട്ടെ? ഇനി നിങ്ങൾ ആൻസർ പറയണം കേട്ടോ. അപ്പൊ ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസാ വരുന്നത്. പറയണം കേട്ടോ. ഓണല്ലേ? ആരും അനങ്ങുന്നില്ലല്ലോ. ഓക്കെ മിസ്. ഓക്കെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ എ മിനറൽ ആസിഡ്? ഈ സോറ താഴെ കൊടുത്തിരിക്കുന്നവയിൽ മിനറൽ ആസിഡ്സ് ആരൊക്കെയാന്നാ ചോദിച്ചേക്കുന്നത്. ആരൊക്കെയാ? ഓൾ ഓഫ് ദീസ്. മൂന്നും ഹൈഡ്രോക്ലോറിക്, നൈട്രിക്, സൾഫ്യൂരിക്, ഇവന്മാർ മൂന്നും എന്താണ്? മിനറൽ ആസിഡ് ആണ്. കാരണം ഇവർ 3 പേരും ഇനോർഗാനിക് ആണ്. അടുത്തത്, കോഡ് ഈസ് സോർ ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ്. പിന്നെ ഒരു കാര്യം നമ്മൾ പറയാൻ വിട്ടുപോയി. ആസിഡ് എന്ന് പറയുന്നത് തന്നെ, ആസിഡ് എന്നുള്ള ടേം ഒരു ലാറ്റിൻ വേർഡിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്തെന്ന ടേം ആണ്. ലാറ്റിൻ വേർഡിൽ അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ സോറെന്ന. സോറെന്ന് വെച്ചാൽ പുളിപ്പ്. മിക്ക ആസിഡ്സിനും, എല്ലാ ആസിഡ്സിനെയും ടേസ്റ്റ് എന്തായിരിക്കും? സോറായിരിക്കും. നമുക്കിപ്പോൾ രുചിച്ച് നോക്കാൻ പറ്റുന്ന ചില ആസിഡ്സ് ഉണ്ടല്ലോ, അത് ഇങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു പുളിപ്പ് രസമായിരിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, കേർഡ് ഈസ് സോർ ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ്. കേർഡ് എന്ന് വെച്ചാൽ തൈര് സോറാകുന്ന ലാക്റ്റിക് ആസിഡിന്റെ. അടുത്തത്, സിട്രിക് ആസിഡ് ഈസ് പ്രസന്റ് ഇൻ ഫ്രീ ഫോം ഇൻ. ഇതിനകത്ത് സിട്രിക് ആസിഡ് കാണുന്ന ലെമൺ. സിട്രിക് ആസിഡ് എന്ത് തരം ആസിഡിന് എക്സാമ്പിൾ ആണ്? ഓർഗാനിക്. അടുത്തത്, ദ ആസിഡ് ഫൗണ്ട് ഇൻ ഗ്യാസ്ട്രിക് ജ്യൂസ്. ഗ്യാസ്ട്രിക് ജ്യൂസ് എന്ന് വെച്ചാൽ നമ്മുടെ വയറിലുള്ള ജ്യൂസിനെ, ഒരു ജ്യൂസ് കുടിക്കുന്ന ജ്യൂസ് അല്ല, വയറിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ജ്യൂസിനെ വിളിക്കുന്ന പേരാണ് ഗ്യാസ്ട്രിക് ജ്യൂസ്. ഗ്യാസ്ട്രിക് ജ്യൂസിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ആണ് എന്ത്? ഹൈഡ്രോക്ലോറിക് ആസിഡ്. നമുക്ക് നന്നായിട്ട് വിശക്കുമ്പോൾ, നമ്മൾ ഫുഡ് കഴിക്കാതിരിക്കുക, നന്നായിട്ട് വിശക്കുമ്പോൾ നമുക്ക് ഈ ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ള ഫീൽ ചെയ്യും, ഒരു ഗുറുഗുറു സൗണ്ടോടുകൂടെ. ഗ്യാസ്ട്രിക് എന്ന് വെച്ചാൽ വയറ്റില്. അടുത്തത്, ക്വസ്റ്റ്യൻ മാറുന്നുണ്ടല്ലോ അല്ലേ? അടുത്തത്, വിനീഗർ ഈസ് എ 10% സൊല്യൂഷൻ ഓഫ്. വിനീഗർ ഇസ് എ 10% സൊല്യൂഷൻ ഓഫ് എന്ത് ആസിഡ്? സിട്രിക്. എവിടെയോ ഇങ്ങനെ ആരോ പറയുന്നത് ഇങ്ങനെ കേട്ട്. സിട്രിക് അല്ല, അസറ്റിക് ആസിഡ്. നമുക്കപ്പോ നമ്മള് അച്ചാറിൽ ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണ്? ഞാൻ അല്ലാണ്ട് ചോദിച്ചതാ, ക്വസ്റ്റ്യനകത്ത് ഇല്ല, ഞാൻ അല്ലാണ്ട് ചോദിച്ചതാ. അച്ചാറിൽ ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണ്? അപ്പം ഏതാണ് അച്ചാറിൽ ഉപയോഗിക്കുന്ന ആസിഡ്? അസറ്റിക് ആസിഡ്. നമ്മളുടെ ലാബില്, സയൻസ് ലാബിൽ ഇരിക്കുന്ന അസറ്റിക് ആസിഡ് നമ്മളുടെ വീട്ടിൽ ഇരിക്കുന്ന കുപ്പിയിലിരിക്കുന്ന വിനാഗിരിയും സെയിം അല്ല കേട്ടോ. രണ്ടിന്റെയും ഗാഢ കോൺസെൻട്രേഷൻ ഡിഫറെന്റ് ആണ്. 10% സൊല്യൂഷൻ ഇവിടെ പറയുന്നുണ്ട്. അടുത്തത്, വെൻ ആൻഡ് ബൈറ്റ്സ് വി ഫീൽ ബേണിംഗ് സെൻസേഷൻ ഡ്യൂ ടു ദ ആക്ഷൻ ഓഫ്. ഉറുമ്പ് കടിക്കുമ്പോൾ നമുക്കൊരു ബേണിംഗ് സെൻസേഷൻ ഫീൽ ചെയ്യും.
ഫോമിക് ആസിഡ്. ഫോമിക് ആസിഡിന്റെ പ്രസൻസ് കൊണ്ട് ഈ ഫോമിക് ആസിഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ ആന്റി ഫോമിക് ആസിഡ് റിലീസ് ചെയ്യും. അതുകൊണ്ട് നമുക്ക് അവിടെ ബേണിംഗ് സെൻസേഷൻ ഫീൽ ചെയ്യും. സിമ്പിൾ ക്വസ്റ്റ്യൻ ഏതാ? ദ ആസിഡ് യൂസ്ഡ് ടു പ്രിസർവ് പിക്കിൾ ആൻഡ് എൻഹാൻസ് ദ ടേസ്റ്റ് ഓഫ് ഫുഡ് ഈസ് ഏതാ? ഏതാ? അസറ്റിക് ആസിഡ്. നമുക്കിപ്പോ എക്സാം ഇരിക്കുന്ന നമുക്ക് ഡൗട്ട് ആവും അസറ്റിക് ഏതാ ഫോമിക് ഏതാ ഡൗട്ട് ആവും. പഠിക്കണം കേട്ടോ. ഓക്കെ, അടുത്തൊരു സെക്ഷൻ. ലിറ്റ്മസ് പേപ്പർ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ എല്ലാവരും. 10ാം ക്ലാസ് നമ്മളെല്ലാവരും ലിറ്റ്മസ് പേപ്പർ കാണാറുണ്ട്. 2 തരം ലിറ്റ്മസ് പേപ്പർ ഉണ്ട്. ഏതൊക്കെ കളറാ? ബ്ലൂവും റെഡും. അങ്ങനെ 2 തരം ലിറ്റ്മസ് പേപ്പർ ഉണ്ട്. അതിൽ ആദ്യം ഞാൻ ഇപ്പോൾ റെഡ് എടുക്കാം. ഞാൻ 2 സൊല്യൂഷൻ വെച്ചിട്ടുണ്ട്, ഒന്ന് ആസിഡ് ഒന്ന് ബേസ്. റെഡ് ലിറ്റ്മസ് പേപ്പർ ഞാൻ ആസിഡിൽ മുക്കുമ്പോൾ കളർ ചേഞ്ച് ഉണ്ടാവുമോ ഇല്ലയോ? ഇല്ല. രണ്ടാമത്തെ ബേസിൽ മുക്കുമ്പോഴോ? ബ്ലൂ ആവും. ഞാൻ റെഡ് ലിറ്റ്മസ് പേപ്പർ ആസിഡിൽ മുക്കുമ്പോൾ കളർ ചേഞ്ച് ഉണ്ടാവില്ല, പകരം ബേസിൽ മുക്കുമ്പോൾ അത് ബ്ലൂ ആവും. റെഡിനെ ബ്ലൂ ആക്കി മാറ്റുന്നവനാണ് ആര്? ബേസ്. അവിടെ ഇരിക്കട്ടെ. ഇനി ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും അടുത്തത്. ഇനി ഞാൻ ബ്ലൂ ലിറ്റ്മസ് പേപ്പർ എടുക്കാം. ബ്ലൂ ലിറ്റ്മസ് പേപ്പർ ഞാൻ എടുത്തിട്ട് ആസിഡിൽ മുക്കുന്നു. എന്താവും കളറ്? ബ്ലൂ ചേഞ്ചസ് ടു ബ്ലൂ കളർ എന്തായിട്ട് മാറും? റെഡ് കളറായിട്ട് മാറും. ബേസിൽ മുക്കുമ്പോൾ അത് എന്തായിട്ട് മാറും? കളർ ചേഞ്ച് ഉണ്ടാവത്തില്ല. എന്തെങ്കിലും ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. അതിന്റെ ഓപ്പോസിറ്റ് ആണ് മറ്റേത്. ഇപ്പോൾ റെഡ് എടുക്കുകയാണെങ്കിൽ റെഡ് ആസിഡ്, റെഡ് ലിറ്റ്മസ് പേപ്പർ എടുത്ത് ആസിഡിൽ മുക്കിയ കളർലെസ്, നോ കളർ ചേഞ്ച്. അപ്പുറത്തത് ആൽക്കലിയിൽ മുക്കുവാണെങ്കിൽ, ആൽക്കലി എന്നല്ല കേട്ടോ, ബേസിൽ നിന്ന് തന്നെ പറയണം, ബേസിൽ മുക്കുവാണെങ്കിൽ അവിടെ കളർ ചേഞ്ച് ഉണ്ടാവും, റെഡ് ബ്ലൂ ആയിട്ട് മാറും. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. When base is applied on a litmus paper, it gives. കളർ പറയുന്നില്ല കേട്ടോ, ലിറ്റ്മസ് പേപ്പറിന്റെ കളർ ഇവിടെ പറയുന്നില്ല. നമ്മളുടെ യുക്തിക്ക് അനുസരിച്ചാണ് അപ്പൊ ആൻസർ എഴുതേണ്ടത്. When a base is applied on a litmus paper, it gives. ഒരു ബേസ് ഒരു ലിറ്റ്മസ് പേപ്പറിൽ അപ്ലൈ ചെയ്യാണ്, അങ്ങനാണെങ്കിൽ ഏത് കളർ തരും എന്നാ ചോദിച്ചേക്കുന്നത്. ഏത് തരും? ബ്ലൂ. ഓക്കെ, അടുത്തത് ദ ബേസ് യൂസ്ഡ് ഇൻ സോപ്പ് ഇൻഡസ്ട്രീസ്. സോപ്പ് ഇൻഡസ്ട്രിയിൽ ഉപയോഗിക്കുന്ന ബേസ് ആണ് ഏത്? അറിയാമോ? സോഡിയം ഹൈഡ്രോക്സൈഡ്. ഓപ്ഷൻ സി. അടുത്ത, ഇൻ ദ കേസ് ഓഫ് ഹൈപ്പർ അസിഡിറ്റി ഇൻ സ്റ്റൊമക്, ദ ബേസ് റെക്കമെൻഡഡ് ഈസ്. ഹൈപ്പർ അസിഡിറ്റി എന്ന് വെച്ചാൽ നമ്മുടെ വയറ്റിൽ ഗ്യാസ് കയറുമ്പോൾ അസിഡിറ്റി ആകുമ്പോൾ എന്താ നമ്മൾ കുടിക്കാറ്? എന്ത് ടൈപ്പ്? ഒരു ഹൈഡ്രോക്സൈഡ്, മഗ്നീഷ്യം അല്ലെങ്കിൽ അലൂമിനിയം ഹൈഡ്രോക്സൈഡ് നമ്മൾ കുടിക്കാറുണ്ട്. നമ്മൾ കോമൺ ആയിട്ട് കുടിക്കുന്ന ഒരു ഐറ്റത്തിന്റെ പേരെന്തുവാ? നെഞ്ചിരിച്ചിൽ വരുമ്പോൾ എന്ത് കുടിക്കണം? വീട്ടിൽ അമ്മൂമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ നമുക്കറിയാം, ഒരു പിങ്ക് കളർ ഒരു കുപ്പി കാണും. പിങ്ക് കളർ അല്ല, മരുന്നിന്റെ കളർ പിങ്കാ. ജലൂസിൻ കേട്ടിട്ടുണ്ടോ? ജലൂസിൻ പോലെ ഉള്ള മരുന്നുകളിൽ അടങ്ങിയിരിക്കുന്ന മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ്, അലൂമിനിയം ഹൈഡ്രോക്സൈഡ് പോലുള്ള ബേസ് ആണ്. ഇത് ആ വയറ്റിൽ ചെന്നിട്ട് അസിഡിറ്റി കുറയ്ക്കുന്നു. മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് അല്ലെങ്കിൽ മിൽക്ക് ഓഫ് മഗ്നീഷ്യ എന്നും പറഞ്ഞ് വരാറുണ്ട് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. A solution that turns a blue litmus paper into red. ഏതാ? ബ്ലൂവിനെ റെഡ് ആക്കി മാറ്റുന്നവനാണ് ആര്? ഓപ്ഷൻ എ അസിഡിക്. അടുത്ത, the color of methyl orange in strong acidic solution is. മീഥൈൽ ഓറഞ്ചിന്റെ കളർ എന്ന് വെച്ചാൽ ഒരു സിമ്പിൾ ആണ്. മീഥൈൽ ഓറഞ്ചിന്റെ കളർ എന്താണ്? ഓറഞ്ച് കളർ ആയിരിക്കും. അത് സ്ട്രോങ് അസിഡിക് സൊല്യൂഷനിൽ ഏത് കളർ തരുന്നു എന്നാ ചോദിച്ചേക്കുന്നത്. അറിയാമോ? ഈ മീഥൈൽ ഓറഞ്ച് എന്താണെന്ന് അറിയാമോ? മീഥൈൽ ഓറഞ്ച്, ഫിനോഫ്തലിൻ, ഇവരെല്ലാം ഇൻഡിക്കേറ്റേഴ്സ് ആണ്. ഇൻഡിക്കേറ്റർ എന്ന് വെച്ചാൽ എന്താ? സൂചകങ്ങളാണ്. ആസിഡ് ആണോ ആൽക്കലി ആണോ, ആസിഡ് ആണോ ബേസ് ആണോ എന്ന് അറിയാനായിട്ടുള്ള സൂചകങ്ങൾ, ഇൻഡിക്കേറ്റേഴ്സ് ആണ് ഈ പറയുന്ന മീഥൈൽ ഓറഞ്ചും
ഫിനോഫ്തലിൻ എന്ന് വെക്കാം. ഇവരെ ഉപയോഗിച്ചിട്ട് നമ്മൾ ഇവരിങ്ങനെ ചിലത് കളേർഡ് ആയിരിക്കും, ചിലത് കളർലെസ് ആയിരിക്കും. ഇവരെ നമ്മളിങ്ങനെ ഒരു ഡ്രോപ്പ് ആഡ് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് അറിയാൻ പറ്റും ആസിഡ് ആണോ ആൽക്കലി ആണോ എന്ന്. ടൈട്രേഷൻ കേട്ടിട്ടുണ്ടോ? ടൈട്രേഷൻ എന്നൊരു വാക്ക് ചിലവര് കേട്ടിട്ടുണ്ടാവും. ടൈട്രേഷൻ വിട്ടേരെ, കേൾക്കാത്തവരെ വിട്ടേരെ. നമുക്ക് ഡീപ്പിലേക്ക് പോകണം, നമുക്ക് പറഞ്ഞു പോവാം. അപ്പം ആൽക്കലി ആണോ ആസിഡ് ആണോ എന്നുള്ള തിരിച്ചറിയാനുള്ള ഇൻഡിക്കേറ്റേഴ്സ് ആണ് മീഥൈൽ ഓറഞ്ച്. മീഥൈൽ ഓറഞ്ച് നമ്മൾ നോർമലി അതിന്റെ കളർ ഓറഞ്ച് ആയിരിക്കും. അത് ആൽക്കലിയിൽ ഒഴിക്കുമ്പം അല്ലെങ്കിൽ ബേസിൽ ഒഴിക്കുമ്പം അത് യെല്ലോ കളറും അസിഡിക് സൊല്യൂഷനിൽ ഒഴിക്കുമ്പം അത് റെഡ് കളറും നമുക്ക് തരുന്നു. ഓപ്ഷൻ സി റെഡ്. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ അസിഡിക് ബേസ് ഇൻഡിക്കേറ്റർ? ഏതാ താഴെ കൊടുത്തിരിക്കുന്നവരിൽ അസിഡിക് ബേസ് ഇൻഡിക്കേറ്റർ അല്ലാത്ത ആരാന്നാ ചോദിച്ചേക്കുന്ന? ലിറ്റ്മസ് പേപ്പർ ഉണ്ട്. നമ്മൾ ലിറ്റ്മസ് പേപ്പർ ഗാർലിക് എന്നൊരു ഓപ്ഷൻ വന്ന് നോക്കാം. ലിറ്റ്മസ് പേപ്പർ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. ഫിനോഫ്തലിൻ ഞാൻ ഇപ്പൊ പറഞ്ഞു ഉപയോഗിക്കുന്നതാണെന്ന് ഞാൻ പറഞ്ഞു. പിന്നെ ടർമറിക് നമ്മൾ കുഞ്ഞു ക്ലാസ്സുകളിൽ ചെയ്തിട്ടുണ്ടാവും. ടർമറിക് ഒരു ചെറിയൊരു ഷീറ്റ് പേപ്പർ കട്ട് ചെയ്തിട്ട് ടർമറിക് മഞ്ഞപ്പൊടി കലക്കി തേച്ചിട്ട് നമ്മൾ ആസിഡിലും കൊണ്ടുപോയി മുക്കും, ആൽക്കലിയിലും കൊണ്ടുപോയി മുക്കും. സോപ്പ് വെള്ളത്തിൽ ഏതെങ്കിലും അസിഡിക് ആസിഡോ വല്ലതും കൊണ്ടുപോയി മുക്കും, സോപ്പ് വെള്ളത്തിലും കൊണ്ടുപോയി മുക്കും. ഏതിലാ കളർ ചേഞ്ച് വരുന്നതെന്ന് അറിയാമോ? ഒരെണ്ണത്തിൽ മുക്കുമ്പോൾ റെഡ് ആയിട്ട് മാറും. അത് ഏതാണെന്നറിയാമോ? സോപ്പ് വെള്ളത്തിൽ മിടിക്കും. സോപ്പ് വെള്ളത്തിൽ മുക്കുമ്പോൾ അത് ബേസ് സൊല്യൂഷനാണ് സോപ്പ് വെള്ളം. നമ്മൾ കൊണ്ടുപോയി മുക്കുന്ന ടർമറിക്കിന്റെ പേപ്പർ റെഡ് ആയിട്ട് മാറും. ഈ പറയുന്ന മൂന്നും ഉപയോഗിക്കുന്നുണ്ട്. ഗാർലിക് ആണ് ഉപയോഗിക്കാത്ത വസ്തു. ഇനി അടുത്ത pH വാല്യൂ ഇൻഡിക്കേറ്റ്സ് അസിഡിസിറ്റി ഓർ ബേസിസിറ്റി. ഇവിടുത്തെ ഓപ്ഷൻ അസിഡിസിറ്റി ഉള്ള അസിഡിറ്റി. അടുത്ത pH വാല്യൂ ഓഫ് പ്യുവർ വാട്ടർ അല്ലെങ്കിൽ ഡിസ്റ്റിൽഡ് വാട്ടറിന്റെ pH വാല്യൂ ആണ് എത്ര? 7. അടുത്ത if pH value of a solution is 7 then it means അങ്ങനെയാണെങ്കിൽ ന്യൂട്രൽ എന്ന് പറയുന്നു. ഓക്കെ, തുടക്കത്തിൽ പറഞ്ഞോണ്ടാ ഞാൻ വീണ്ടും പറയാത്തത്. അടുത്തത് pH വാല്യൂ ഓഫ് അസിഡിക് സൊല്യൂഷൻ ഈസ്. ഒരു അസിഡിക് സൊല്യൂഷന്റെ pH വാല്യൂ എപ്പോഴും 7 കുറവായിരിക്കും, ലെസ് ദാൻ 7. അടുത്ത which of the following will have the highest pH value? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഹയസ്റ്റ് pH വാല്യൂ ഉള്ളത് ആർക്കാന്നാ ചോദിച്ചേക്കുന്നത്? ഓപ്ഷൻ എ ലെമൺ ജ്യൂസും കൊടുത്തിട്ടുണ്ട്, ഓപ്ഷൻ ഡി ലൈം വാട്ടറും കൊടുത്തിട്ടുണ്ട്. ഈ ലൈം വാട്ടർ എന്ന് വെച്ചാൽ നമ്മൾ കടയിൽ പോയി കുടിക്കുന്ന ലൈം അല്ല കേട്ടോ. ലൈം വാട്ടർ എന്ന് വെച്ചാൽ എന്താ? ചുണ്ണാമ്പ് വെള്ളത്തിനാണ് നമ്മൾ പറയുന്നത് ലൈം വാട്ടർ എന്ന് കേട്ടോ. അപ്പം ഇതിൽ pH വാല്യൂ കൂടിയ ആളാരാന്നാ ചോദിക്കുന്നത്? ആരായിരിക്കും? ചുണ്ണാമ്പ് വെള്ളമായിരിക്കും. കാരണം 7 കൂടി പോകുമ്പോഴാണല്ലോ ലൈം വാട്ടർ വരുന്നത്. അപ്പം ഓപ്ഷൻ ഡി ആയിരിക്കും. ജസ്റ്റ് ഒരു സെക്കൻഡ്. ഓക്കെ, ഓക്കെ നമ്മൾ പറഞ്ഞത് ലൈം വാട്ടർ അല്ലേ? ലൈം വാട്ടറിനായിരിക്കും ഹയസ്റ്റ് pH വാല്യൂ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ pH വാല്യൂ ഫോർ ഹ്യൂമൻ ബ്ലഡ്. നമ്മളുടെ ബ്ലഡിന്റെ pH വാല്യൂ അസിഡിക് ആയിരിക്കുമോ ബേസിക് ആയിരിക്കുമോ എന്തായിരിക്കും?
7 to 8. 7 to 8 എന്ന് വെച്ചാൽ എന്തായിരിക്കും അത്? കുറച്ച് ബേസ് ക്യാരക്ടർ ആയിരിക്കും കാണിക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ചിന്തിച്ചിട്ട് പറയണേ. ദ പി എച്ച് വാല്യൂ ഓഫ് ഫ്രഷ് മിൽക്ക് ഈസ് 6. ഫ്രഷ് ആയിട്ടിരിക്കുന്ന മിൽക്കിന്റെ പി എച്ച് വാല്യൂ 6 ആണ്. വെൻ ഇറ്റ് ടേൺ സോർ ദ പി എച്ച് ബിക്കം. അത് സോറാവുമ്പോൾ പുളിക്കുമ്പോൾ തൈരാവുമ്പോൾ അതിന്റെ പി എച്ചിന് എന്ത് പറ്റുന്നു? കൂടുന്നോ കുറയുന്നോ? 6 നിന്ന് കൂടുന്നോ കുറയുന്നു? 6 നിന്ന് കുറയുന്നു എന്ന് വെച്ചാൽ അതിന്റെ ആസിഡിക് ക്യാരക്ടർ കൂടുന്നോ കുറയുന്നോ? കൂടും. ഓക്കെ, അപ്പൊ ഓപ്ഷൻ ഏതാ ശരി? ബിക്കംസ് എ ആണോ സി ആണോ? എ. ലെസ് ദാനും ഗ്രേറ്റർ ദാനും വായിക്കാൻ അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? ഞാൻ പറയാം. ലെസ് ദാൻ എന്ന് വെച്ചാൽ നമ്മുടെ ഇതായിരിക്കും, എല്ല് പോലെ ഇരിക്കും. ഇംഗ്ലീഷ് ലെറ്റർ എൽ ഇല്ലേ, എല്ല് ഇങ്ങനെ അമുക്കി വെച്ചേക്കുന്ന പോലെ ഇരിക്കും. ലെസ് ദാൻ ബിക്കംസ് ലെസ് ദാൻ. അതിന്റെ ഓപ്പോസിറ്റ് സൈൻ ആ മോർ ദാൻ. ചിലപ്പോൾ നമുക്ക് അവിടെ എക്സാം ഹോളിൽ ഇരിക്കുമ്പോൾ നമുക്ക് ഡൗട്ട് ആവും, ഇതിൽ ഏതാണ് ലെസ് ദാൻ ഏതാണ് ഡൗട്ട് വരും. എല്ല് പോലെ കാണാതിരിക്കുന്നതായിരിക്കും ലെസ് ദാൻ. ബിക്കം ലെസ് ദാൻ 6 കുറവായി മാറുന്നു, അതായത് മോർ അസിഡിക് ആയിട്ട് മാറുന്നു. എന്തിന്റെ പ്രസൻസ് കാരണം അത് മോർ അസിഡിക് ആയി മാറുന്നത്? ലാക്റ്റിക് ആസിഡ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. The process of formation of salt by the combination of acid and bases is known as. ആസിഡിന്റെയും ബേസിന്റെയും കോമ്പിനേഷൻ വഴി ഉണ്ടാകുന്ന സോൾട്ട് ഉണ്ടാകുന്നു. ആ പരിപാടിയുടെ പേരാണ്, ആ പ്രോസസ്സിന്റെ പേരാണ് ന്യൂട്രലൈസേഷൻ. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞത് ഇതല്ല. അടുത്ത ക്വസ്റ്റ്യൻ. When lime juice is dropped on a baking soda, brisk effervescence takes place because the gas evolved is. അതായത് ലൈം ജ്യൂസ്, ഇത് ലൈം ജ്യൂസ് ആട്ടാ, ലൈം വാട്ടർ അല്ല. ലൈം ജ്യൂസ് എന്ന് വെച്ചാൽ നമ്മളുടെ ലൈം നാരങ്ങ വെള്ളം, ഒരു ഡ്രോപ്പ് നാരങ്ങ വെള്ളം നമ്മൾ ബേക്കിംഗ് സോഡയിലേക്ക് ഇങ്ങനെ ആഡ് ചെയ്യണം. അപ്പൊ പെട്ടെന്ന് ഒരു ബ്രിസ്ക് എഫറവൻസ് എന്ന് വെച്ചാൽ നമ്മൾ സോഡയൊക്കെ പൊട്ടിക്കുമ്പം ഒരു ഇങ്ങനെ നുരഞ്ഞ് പതഞ്ഞിങ്ങനെ വരത്തില്ലേ, അതിനെയാണ് നമ്മൾ ബ്രിസ്ക് എഫറവൻസ് എന്ന് പറയുന്നത്. അതിന്റെ കൂടെ ഒരു ഗ്യാസ് ആണ് ആക്ച്വലി ഇങ്ങനെ ഇവോൾവ് ചെയ്ത് പുറത്തോട്ട് വരുന്നത്, ആ പതഞ്ഞു വരുന്നത്. ഏത് ഗ്യാസ് ആയിരിക്കും അത്? എന്ത് തോന്നുന്നു? ഏത് ഗ്യാസ് ആയിരിക്കും? കാർബൺ ഡൈ ഓക്സൈഡ്. സോഡയിൽ ഏത് ഗ്യാസാ ഉള്ളത്? കാർബൺ ഡൈ ഓക്സൈഡ്. അടുത്തത് on the labels of the bottle some soft drinks are claimed to be acidic regulators, അതായത് buffers. They regulate acidity using. അതായത് ചില സോഫ്റ്റ് ഡ്രിങ്ക്സിന്, എല്ലാം അല്ല, ചില സോഫ്റ്റ് ഡ്രിങ്ക്സിന്റെ ഇങ്ങനെ ലേബലിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അസിഡിക് റെഗുലേറ്റേഴ്സ് ആണ്. റെഗുലേറ്റർ എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? റെഗുലേറ്റ് ചെയ്യുക. എന്താ ഉദ്ദേശിക്കുന്നത് റെഗുലേറ്റ് ചെയ്യുന്ന വെച്ചാൽ? അതിനെ അഡ്ജസ്റ്റ് ചെയ്യുന്നു. നമ്മളിപ്പോൾ ഫാൻ്റെ റെഗുലേറ്റർ ഉണ്ട്, കാറ്റ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നു, അതാണ് റെഗുലേറ്റർ. നമുക്ക് വേണ്ട രീതിയിൽ അത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അസിഡിക് റെഗുലേറ്റേഴ്സ് എന്ന് പറഞ്ഞ് ചില സോഫ്റ്റ് ഡ്രിങ്ക്സിന്റെ മേളിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. അപ്പം ദേ റെഗുലേറ്റ് അസിഡിസിറ്റി യൂസിങ്. അസിഡിസിറ്റി, വയറ്റിലുണ്ടാവുന്ന അസിഡിസിറ്റിനെ റെഗുലേറ്റ് ചെയ്യാനായിട്ട്, കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന ഞങ്ങളുടെ ഡ്രിങ്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും എന്നാണ് അവർ പരസ്യത്തിൽ കൊടുക്കുന്നത്. എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഈ പറയുന്ന ഡ്രിങ്ക്സിൽ ബൈകാർബണേറ്റ് സോൾട്ട് അടങ്ങിയിട്ടുണ്ട്. ഈ ബൈകാർബണേറ്റ് സോൾട്ട് ചെന്നിട്ടാണ് നമ്മളുടെ വയറ്റിലുള്ള അസിഡിസിറ്റിനെ റെഗുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് ഹൈഡ്രേറ്റഡ് സോഡിയം കാർബണേറ്റ് ഈസ് കോമൺലി നോൺ ആസ്. സോഡിയം കാർബണേറ്റിന്റെ ഫോർമുല അറിയാവോ? Na2CO3. സോഡിയം കാർബണേറ്റ്. ഹൈഡ്രേറ്റഡ് എന്ന് വെച്ചാൽ നോർമൽ ആയിട്ടുള്ള Na2CO3യുടെ കൂടെ ഒരു 10 H2O കൂടെ ആഡ് ചെയ്യും, കുറച്ചധികം H2O കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഹൈഡ്രേറ്റഡ് സോഡിയം കാർബണേറ്റ് എന്ന് വിളിക്കുന്നത്. അതിന്റെ കോമൺ നെയിം എന്താണെന്ന് അറിയാമോ? അറിയില്ല. വാഷിംഗ് സോഡ. കുറച്ച് കോമൺ നെയിംസ് നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. കോമൺ നെയിംസ് പഠിച്ചു വെക്കണം. കോസ്റ്റിക് സോഡ എന്താ, വാഷിംഗ് സോഡ എന്താന്ന് പഠിച്ചു വെക്കണം. അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് മോസ്റ്റ് സ്യൂട്ടബിൾ ഫോർ ഡിസിൻഫെക്റ്റിംഗ് വാട്ടർ. വെള്ളത്തിനെ ഡിസിൻഫെക്റ്റ് ചെയ്യാനായിട്ട് താഴെ കൊടുത്തിരിക്കുന്നതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഏതാ? എന്തുപയോഗിച്ചാൽ നമ്മൾ വെള്ളം? ബ്ലീച്ചിങ് പൗഡർ. ബ്ലീച്ചിങ് പൗഡറിൽ എന്തടങ്ങിയിരിക്കുന്നു? ക്ലോറിൻ. ഈ പറയുന്ന ക്ലോറിൻ ഡേർട്ടിനെ റിമൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അടുത്തത്
വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ യൂസ് ഓഫ് പ്ലാസ്റ്റർ ഓഫ് പാരീസ്? ഏതാ പ്ലാസ്റ്റർ ഓഫ് പാരീസിന്റെ യൂസ് അല്ലാത്തത്? നമുക്ക് ഓപ്ഷൻ വായിച്ചാൽ മനസ്സിലാവും. മേക്കിംഗ് ഗൺ പൗഡർ. ബാക്കിയെല്ലാം നമ്മൾ പ്ലാസ്റ്റർ ഓഫ് പാരീസിന്റെ യൂസ് ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. അടുത്തൊരു മാച്ച് ദ ഫോളോയിങ് ആണ്. മാച്ച് ദ ഫോളോയിങ്. ലെഫ്റ്റ് സൈഡിൽ കെമിക്കൽ നെയിമും റൈറ്റ് സൈഡിൽ അതിന്റെ ഫോർമുലയും കൊടുത്തിട്ടുണ്ട്. ഇതിൽ സ്ഥിരം കുറേ തവണ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഈ പറയുന്ന പ്ലാസ്റ്റർ ഓഫ് പാരീസ്. പ്ലാസ്റ്റർ ഓഫ് പാരീസിന്റെ ഫോർമുല എന്താ? അറിയില്ല. CaSO4 ടോയ്സ് ഡോട്ട് ഹാഫ് H2O. അപ്പോൾ P കണക്ട് ചെയ്യുന്ന ഏതിനെയാണ്? P. ഈ P കണക്ട് ചെയ്യുന്നത് 3-നെയാണ്. ഇനി അടുത്ത ബേക്കിംഗ് സോഡയുടെ അറിയാമോ? ബ്ലീച്ചിങ് പൗഡറിന്റെ അറിയാലോ, വളരെ സിമ്പിൾ ആണ്. താഴെ കൊടുത്തിട്ട് ബ്ലീച്ചിങ് പൗഡർ കിട്ടാനായിട്ട് CaOCl. R കണക്റ്റഡ് ടു 1. നമുക്ക് ഓപ്ഷൻ കാണാൻ പറ്റത്തില്ല അല്ലേ? ഓർത്ത് വെച്ചോണേ. P കണക്റ്റഡ് ടു ഏതാണ് നമ്മൾ? P3 വരണം, R1 വരണം. ഏതെങ്കിലും ഓപ്ഷൻസ് ഉണ്ടോ നോക്കണേ. P3 വരുന്നതും R1 വരുന്നതും ഏത് ഓപ്ഷൻ ഉണ്ട്? ഡി. നമുക്ക് ഡി ആണെന്ന് ഉറപ്പിക്കാൻ പറ്റത്തില്ല, ചിലപ്പോൾ നമുക്ക് തെറ്റിപ്പോയാലോ. നമുക്ക് ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ക്യൂവും എസും കൂടാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, ക്യൂ ബേക്കിംഗ് സോഡ. ബേക്കിംഗ് സോഡ നമുക്കറിയാം എന്താ? സോഡിയം ബൈകാർബണേറ്റ്, NaHCO3. അപ്പൊ Q4 വരും. ഇനി ആരാ ഉള്ളത്? ലൈം കിടപ്പുണ്ട്. ലൈം CaO. അപ്പം മാച്ച് ചെയ്ത് വരുമ്പോൾ കറക്റ്റ് അല്ലേ? നമ്മൾ ഓപ്ഷൻ ഡി കറക്റ്റ് ആയിരുന്നു അല്ലേ? കറക്റ്റ് ആയിരുന്നു. P3 വരുന്നു, R1 വരുന്നു. ഓക്കെ, കറക്റ്റ് ആണ്. അപ്പം ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. അപ്പം നമുക്ക് ഇതിപ്പോൾ സിമ്പിൾ ആയിരുന്നു. ഇപ്പൊ ഇവിടെ കിടന്ന 4 ഓപ്ഷൻസും സിമ്പിൾ ആയതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. ചില കേസസിൽ 2 ഒരെണ്ണോ വല്ല എളുപ്പം കാണും, ബാക്കിയെല്ലാം പാടായിരിക്കും. എളുപ്പമുള്ളത് ആദ്യം കണക്ട് ചെയ്തിട്ട് ഓപ്ഷൻസ് ഭാഗ്യമുണ്ടെങ്കിൽ നമ്മുടെ ഓപ്ഷൻസ് അതനുസരിച്ച് അറേഞ്ച് ചെയ്ത് വരും. പിന്നെ ബാക്കിയെല്ലാം നമ്മളുടെ ബുദ്ധിയും നമ്മളുടെ ആ ഒരു ട്രിക്കും പോലെ ഇരിക്കും. 4 എളുപ്പമായിട്ട് കുഴപ്പമില്ല. ഓക്കെ, ഇത്രയും ക്വസ്റ്റ്യൻസ് ഈ ഒരു സെക്ഷനിൽ നിന്നുള്ളായിരുന്നു. ഇതിൽ ക്ലിയർ ആയോ? ഏതെങ്കിലും പറയാനോ എടുക്കാനോ എന്തെങ്കിലും ഉണ്ടോ? ഉണ്ടോ ഏതെങ്കിലും റിപ്പീറ്റ് പറയാനായിട്ടോ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, എല്ലാം മനസ്സിലായി. അടുത്ത ക്ലാസ് വരുമ്പോൾ ചോദിക്കാമല്ലോ അങ്ങനെയാണെങ്കിൽ. ഞാൻ ഒന്ന് ആരോ വിളിച്ചല്ലോ. ആരോ വിളിച്ചില്ലേ? വിളിച്ചില്ല? ഓക്കെ, മിസ് ചെയ്യുന്നത് കേട്ട പോലെ എനിക്ക് തോന്നി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ഒന്ന് പ്രസന്റ് സ്റ്റോപ്പ് ചെയ്തിട്ട് നമുക്ക് ഒന്ന് കുറച്ച് 2-3 ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇപ്പം പറഞ്ഞു തന്നതിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞാൽ മതി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, മിനറൽ ആസിഡിന് ഒരു എക്സാമ്പിൾ പറയൂ. എല്ലാവർക്കും പറയാം, അങ്ങനെ ആരുടെ പോയിന്റ് ചെയ്ത് ചോദിക്കുന്നില്ല. എക്സാമ്പിൾ, ഒരു മിനറൽ ആസിഡിന് ഒരു എക്സാമ്പിൾ പറയൂ. ആർക്കും അറിയില്ല? ഓക്കെ, HCl. ഓക്കെ. ഇനി എനിക്ക് ആപ്പിളിൽ നിന്നുണ്ടാകുന്ന ആസിഡ് ഏതാണെന്ന് അറിയാമോ? അറിയില്ല. ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു നമുക്ക്, ആപ്പിൾ എന്നും പറഞ്ഞ ഒരു ഓപ്ഷൻ ഏതോ ഒരു പാർട്ടിനകത്ത് ഒരു ക്വസ്റ്റിനകത്ത് വരുന്നുണ്ടായിരുന്നു. മാലിക് ആസിഡ്, MALIC, മാലിക് ആസിഡ് ആണ് നമുക്ക് ആപ്പിളിൽ നിന്നുണ്ടാകുന്ന ആസിഡ്. അതെന്ത് ആസിഡ് ആയിരിക്കും? മിനറൽ ആയിരിക്കുമോ, ഓർഗാനിക് ആയിരിക്കുമോ? ഓർഗാനിക്. ഓക്കെ. ബ്ലഡിന്റെ pH എത്ര? 7 to 8. ഇനി നമ്മളുടെ കോമൺ കിച്ചണിൽ അവൈലബിൾ ആയിട്ടുള്ള, കിച്ചണിൽ അവൈലബിൾ ആകുമ്പോൾ 2-3 ഐറ്റം വരും അല്ലേ? നമുക്ക് അച്ചാറിൽ പിക്കിൾസിൽ യൂസ് ചെയ്യുന്ന ആസിഡ് ആണ് ഇത്? അസറ്റിക് ആസിഡ്. ഓക്കെ. പിന്നെ വേറെ നമ്മൾ പറഞ്ഞത്, പിന്നെ മീഥൈൽ ഓറഞ്ച് എന്താണ്? മീഥൈൽ ഓറഞ്ച് ഒരു
ആസിഡ് ബേസ് ഇൻഡിക്കേറ്റർ ആണ്. ഓക്കെ, ആസിഡ് ബേസ്ഡ് ഇൻഡിക്കേറ്റർ ആണ്. ഓക്കെ, ദേവിക കണ്ട് ആസിഡ് ബേസ്ഡ് ഇൻഡിക്കേറ്റർ ആണ്. അത് അത് ബേസിക് സൊല്യൂഷൻ എന്ത് കളർ തരും? യെല്ലോ. യെല്ലോ. നീലല്ല. ബേസിക് സൊല്യൂഷനിൽ യെല്ലോ കളർ വരും, മീഥൈൽ ഓറഞ്ച്. നോർമൽ കളർ ഓറഞ്ച്, ബേസ് ആകുമ്പോൾ കുറച്ചുകൂടെ ലൈറ്റ് ആവും, ആസിഡ് ആകുമ്പോൾ കുറച്ചുകൂടെ ഡാർക്ക് ആവും, ഓറഞ്ചിൽ നിന്ന് റെഡിലേക്ക് മാറും. ഓക്കെ, ഞാൻ ഒരു വേറെ ഡൗട്ട് ചോദിക്കാം. ഓൾറെഡി ചോദിച്ചതാ. ഒരു ബേസ് എ, വേറെ ബേസ് പി. എയും പിയും. എയുടെ സ്ട്രെങ്ത് എന്ന് വെച്ചാൽ പി എച്ച് വാല്യൂ എന്ന് വെച്ചാൽ 9ഉം പിയുടേത് 12ഉം. അങ്ങനെയാണെങ്കിൽ കൂടുതൽ സ്ട്രോങ് ആരായിരിക്കും? ബി. ബി. ഓക്കെ, എ അല്ല മോളെ, എയുടേത് 9ഉം ബി അല്ലട്ടാ, ഞാൻ പി എന്നാ പറഞ്ഞു. ഓക്കെ, ബി എങ്കിൽ ബി, എയും ബിയും. എയുടേത് 9ഉം ബിയുടേത് 12ഉമാണ്. ഏറ്റവും കൂടുതൽ വരുമ്പോഴാണ് ആര് ബേസിസിന്റെ കാര്യത്തിൽ പറയുന്നത്. എ അല്ല കേട്ടോ. 7ന്ന് കൂടി പോകുമ്പോഴായിരിക്കും അവർക്ക് സ്ട്രെങ്ത് 9നെക്കാട്ടും കഴിഞ്ഞ് അങ്ങേ അറ്റത്തല്ലേ 12 വരുന്നത്. 14ന്റെ ഏകദേശം അടുത്ത് വരും 12. അപ്പം 12നാണ് കൂടുതൽ ബേസിക് വരുന്നത് കേട്ടോ. ദേവികയോടാണേ. ഇനി ആസിഡിന്റെ കാര്യത്തിൽ ഇത് തിരിച്ചു വരും. 7നോട് അടുത്ത് വരുന്നവർ ഒരു വീക്ക് ആയിക്കൊണ്ട് വരും. ഓക്കെ, ഒരുവിധം പിന്നെ ഏതാ ആൻസർ പഠിക്കണം കേട്ടോ. സ്ഥിരം വരാറുണ്ട് പ്ലാസ്റ്റർ ഓഫ് പാരീസിന്റെ. ഇത്രേ ഉള്ളൂ, ഒരുവിധം കാര്യങ്ങൾ ഇത്രേ ഉള്ളൂ. ഓക്കെ, അപ്പം സാറേ സ്റ്റോപ്പ് ചെയ്യട്ടെ? അറ്റൻഡൻസ് എടുത്താണ്.